ഹായ് ഫ്രണ്ട്സ്, KCV ജോബ്സ് ആൻഡ് സ്റ്റഡീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മാതൃഭൂമിയുടെ തൊഴിൽ വാർത്തയൊന്ന് പരിചയപ്പെടുകയാണ് ചെയ്യുന്നത്. ഏപ്രിൽ 11 വരെയുള്ള മാതൃഭൂമിയുടെ 34ാമത്തെ വോള്യം തൊഴിൽ വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്, പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ട് ഏതുതരം ഒഴിവുകളാണ് തൊഴിൽ വാർത്തയിൽ ഈ വോള്യത്തിൽ പറയുന്നത് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാം പേജ് പരിശോധിച്ച് കഴിഞ്ഞാൽ ബാങ്കുകളിലെ ഒഴിവുകളെ കുറിച്ചാണ് പറയുന്നത്. 2284 ഒഴിവുകളെ കുറിച്ച് പറയുന്നുണ്ട്. കരൂർ വൈശ്യ ബാങ്കിൽ 1284 ഒഴിവുകളും പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൽ 1000 ഒഴിവുകളും പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നീട് പരിശോധിക്കാം. PSC പുതിയതായിട്ട് 6 കാറ്റഗറികളിൽ വിജ്ഞാപനം ഇറക്കിയതായിട്ട് പറയുന്നുണ്ട്. അതേപോലെ ഹെവി വെഹിക്കിൾസ് ഫാക്ടറി 450 അപ്രൻറ്റീസുകളെ വേണം. ഓർഡനൻസ് ഫാക്ടറിയിൽ 380 വർക്കർ അല്ലെങ്കിൽ എഞ്ചിനീയർമാരെ ആവശ്യമുണ്ട്. നേവിയിൽ മ്യൂസീഷ്യൻ, അതുപോലെ CA കഴിഞ്ഞവർക്ക് ICAIയിൽ 109 എക്സിക്യൂട്ടീവ് ഓഫീസർമാരെ ആവശ്യമുണ്ട്. ഹൈക്കോടതിയിലെ 27 സിവിൽ ജഡ്ജിമാരെ ആവശ്യമുണ്ട്. തുടങ്ങിയ പ്രധാന ഒഴിവുകളെ കുറിച്ചാണ് പറയുന്നത്. കൂടാതെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന PSCയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, മോക്ക് ടെസ്റ്റുകൾ, മാതൃകാ ചോദ്യങ്ങൾ, പ്രിലിമിനറി ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയും. കൂടാതെ പഠനവുമായി ബന്ധപ്പെട്ട് അതുപോലെ PSCയിലെ വിവിധ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ആനുകൂല്യങ്ങൾ തുടങ്ങിയവ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ റാങ്ക് പട്ടികകൾ റദ്ദായി തുടങ്ങി. നിയമന പ്രതീക്ഷ നഷ്ടപ്പെട്ട് കുറേ പേര് നിൽക്കുന്നു. പ്രിസൺ ഓഫീസറുടെ നിയമന ശുപാർശയിൽ കാര്യമായിട്ട് NJDകളാണ് വന്നിരിക്കുന്നത്. അസിസ്റ്റൻറ്റ് ഇൻഫർമേഷൻ ഓഫീസർ നിയമന നടപടി ട്രിബ്യൂണൽ തടഞ്ഞിട്ടുണ്ട്. ഡ്രൈവിംഗ് പ്രായോഗിക പരീക്ഷ ഉദ്യോഗാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന വാർത്ത വന്നിട്ടുണ്ട്. ജയിൽ വാർഡൻ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പഠനവുമായി ബന്ധപ്പെട്ട് അധിക പഠനങ്ങൾക്ക് പോകുന്നവർക്ക് ആവശ്യമായ വലിയൊരു വിഭാഗം തന്നെ കൊടുത്തിട്ടുണ്ട്. ന്യൂക്ലിയർ മെഡിസിനിൽ MSCക്ക് പോകാം. ചരിത്ര ഗവേഷകർക്ക് ICHR ഫെലോഷിപ്പ്, കലാരംഗത്ത് മികവിന് സ്കോളർഷിപ്പ് കിട്ടുന്നു. ഫിഷറീസ് ശാഖയിൽ MSc, MFSc ഗവേഷണം, ആർക്കിടെക്ചറൽ ബിരുദം, അതിൻ്റെ രജിസ്ട്രേഷൻ തുടങ്ങിയ വാർത്ത. പബ്ലിക് ഹെൽത്ത് എൻറ്റമോളജിയിൽ സ്റ്റൈപ്പൻറ്റോടെ PG എടുക്കാനുള്ള അവസരം. ഇങ്ങനെ ധാരാളമായിട്ടുള്ള കേസുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ജോലിക്കാരുടെ സർവീസ് സംബന്ധമായ വിഷയങ്ങൾക്ക് ചെറിയ തോതിലാണെങ്കിലും ഒരു അറ്റൻഷൻ അതും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വിശദമായിട്ട് ചെറിയ തോതിൽ നമുക്ക് ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയിട്ട് വരാം. തൊഴിൽ വാർത്ത സ്വന്തം നിലയ്ക്ക് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് റിസർച്ച് ഓഫീസറുടെ പാഠ്യപദ്ധതി പരിഷ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുഖപ്രസംഗം പോലെ അവർ എഴുതാറുണ്ട്. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിൽ റിസർച്ച് ഓഫീസർ നിയമനത്തിനുള്ള യോഗ്യത സർക്കാർ പരിഷ്കരിച്ചിരുന്നു. എന്നാൽ പഴയ യോഗ്യതയ്ക്കനുസരിച്ച് തയ്യാറാക്കിയ പാഠ്യപദ്ധതിയിലാണ് PSC പരീക്ഷ നടത്താനൊരുങ്ങുന്നത്. നിയമനത്തിൽ നിന്ന് കൊമേഴ്സുകാരെ ഒഴിവാക്കാനുള്ള ശ്രമം PSCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടെന്നാണ് വിദ്യാർത്ഥികൾ ആരംഭിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിലൊരു മാറ്റം വരണം. റിസർച്ച് ഓഫീസറുടെ പാഠ്യപദ്ധതി പരിഷ്കരിക്കണമെന്നാണ് തൊഴിൽ വാർത്ത ആവശ്യപ്പെടുന്നത്. അതേപോലെ തന്നെ വളരെ രസകരമായൊരു കണക്ക് പിന്നീട് നമുക്ക് കാണാൻ കഴിയും. അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ മൊത്തം നിയമനം NJD കാര്യമായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 666 നിയമന ശുപാർശയിൽ 222 എണ്ണവും NJD ആയി പോയിട്ടുണ്ട്. വളരെ രസകരമായ നമ്പറുകളാണ് നമ്മൾ കാണുന്നത്. 666 നിയമന ശുപാർശ കൊടുത്തു, അതിൽ 222 എണ്ണവും NJD ആയി പോയി. വളരെ രസകരമായ നമ്പറുകളാണ് കാണുന്നത്. കാര്യമായിട്ട് NJD വന്നിട്ടുണ്ട്. പ്രശ്നമൊന്നുമില്ല. റാങ്ക് ലിസ്റ്റിൽ താഴെ തട്ടിലുള്ളവർക്ക് കാര്യമായിട്ട് പ്രതീക്ഷിക്കാൻ വകയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. കൂടാതെ പ്രിസൺ ഓഫീസർ ആകാനുള്ള ക്വാളിഫിക്കേഷനിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ SSLC ആണ് പ്രിസൺ ഓഫീസർ ആകാൻ ആവശ്യമായ ക്വാളിഫിക്കേഷൻ. ഇനി അത് മാറ്റിയിട്ട് ഹയർ സെക്കൻഡറി എന്നുള്ള നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അതാണ് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, വനിതാ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ തസ്തികകളുടെ കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത ഹയർ സെക്കൻഡറിയാക്കി സർക്കാർ ഉയർത്തി. ഈ യോഗ്യതയുള്ളവർക്ക് ഇനി ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാനാകൂ. 10ാം ക്ലാസ് ആയിരുന്നു മുൻ യോഗ്യത. യൂണിഫോം സേനകളായ പോലീസ്, അഗ്നിസേന, എക്സൈസ് തുടങ്ങിയവയിലെ സമാന തസ്തികകളുടെ യോഗ്യത ഹയർ സെക്കൻഡറിയാക്കി നേരത്തെ ഉയർത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ജയിൽ വകുപ്പിലും മാറ്റം വരുത്തിയത്. ജയിൽ വാർഡൻ എന്നായിരുന്നു തസ്തികയുടെ പഴയ പേര്. എൻ്റെ വ്യക്തിപരമായൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ +2 എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അടിസ്ഥാന യോഗ്യത എന്നുള്ള നിലയ്ക്ക് ആയി മാറിയിട്ടുണ്ട്, പഴയ 10ാം ക്ലാസ് പോലെ. കാരണം എല്ലാവർക്കും 10ാം ക്ലാസ്സിൽ വിജയിക്കാൻ കഴിയും. അതുപോലെ തന്നെ +2 പഠിക്കാനുള്ള അവസരവുമുണ്ട്. കണക്കിൽ കുറച്ചുകൂടെ ഭേദപ്പെട്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് സർക്കാർ കൊണ്ടുവന്നതിൽ തെറ്റു പറയാനും കഴിയില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്.
പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രിസണർ ഓഫീസർ റാങ്ക് പട്ടികയിൽ നിന്ന് 53 പേർക്ക് കൂടി നിയമന ശുപാർശ അയച്ച കാര്യവും പറയുന്നുണ്ട്. കൂടാതെ ജയിൽ വാർഡൻ റാങ്ക് പട്ടികയിൽ 70 പേര് ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രധാന മെയിൻ പട്ടികയിൽ 49 പേരും ഉപപട്ടികയിൽ 21 പേരുമാണുള്ളത് എന്ന വിവരവും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫാം അസിസ്റ്റൻ്റ് ആദ്യഘട്ട നിയമനമായിട്ടുണ്ട്. 33 പേർക്ക് നിയമന ശുപാർശ അയക്കുന്ന കാര്യവും വാർത്തയിൽ വന്നിട്ടുണ്ട്. അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പട്ടികയിൽ റദ്ദായി തുടങ്ങി നിയമന പ്രതീക്ഷയേറ്റ് 14,000-ലേറെ പേർ. ആകെ നിയമന ശുപാർശ 2,466, അതിൽ 1,160 NJD. അതായത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ തസ്തികയിലേക്കുള്ള ആലപ്പുഴ ജില്ലയിലെ റാങ്ക് പട്ടിക കാലാവധി തികച്ച് റദ്ദായി. മറ്റു ജില്ലകളിലെ റാങ്ക് പട്ടികയ്ക്ക് ഇനി ആഴ്ചകൾ മാത്രമേ കാലാവധിയുള്ളൂ. ഇതുവരെ വിവിധ ജില്ലകളിലായി 2,466 പേർക്ക് മാത്രമാണ് നിയമന ശുപാർശ അയച്ചത്. കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്ന് 2,914 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു. ഇത്തവണ നിയമനം കുറഞ്ഞതിനാൽ പുതിയ സാധ്യതാ പട്ടികയിൽ PSC വലിയ തോതിൽ ഉദ്യോഗാർത്ഥികളെ കുറയ്ക്കുകയും ചെയ്തു. എന്തായാലും നിയമന ശുപാർശ ചെയ്തിട്ടുണ്ട്. അതിൽ 1,660 NJD ആയി പോയിട്ടുണ്ട്. അതെല്ലാം ബാക്കി പിന്നിൽ നിൽക്കുന്നവർക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും സെയിൽസ്മാൻ നിയമനം എങ്ങനെയാണ് ഓരോ ജില്ലയിലും വന്നിട്ടുള്ളത്, എത്രമാത്രം വന്നിട്ടുണ്ട്, NJD എത്ര വന്നിട്ടുണ്ട് തുടങ്ങിയ വിശദ വിവരങ്ങൾ ടേബിളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ആവശ്യക്കാർക്ക് അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. പ്രായോഗിക പരീക്ഷയ്ക്ക് വലിയ ബസ്സും ചെറിയ ട്രാക്കും നൽകി തോൽപ്പിച്ചു എന്ന് ഉദ്യോഗാർത്ഥികൾ പരാതിപ്പെട്ടതായിട്ട് വാർത്ത വന്നിട്ടുണ്ട്. അതായത് നടത്തിയ ഡ്രൈവർ ഗ്രേഡ് 2 തസ്തികയ്ക്കായി പാലക്കാട് നടത്തിയ ഡ്രൈവിംഗ് പ്രായോഗിക പരീക്ഷയെക്കുറിച്ചാണ് പരാതി വന്നിട്ടുള്ളത്. സർക്കുലറുകൾ പാലിച്ചല്ല പരീക്ഷ നടത്തിയിട്ടുള്ളത്. 210 വീൽ ബേസ് വാഹനങ്ങൾ ഉപയോഗിച്ച് 21-26 ട്രാക്കാണ് ഉപയോഗിക്കുക. എന്നാൽ പാലക്കാട് കല്ലേക്കാട് പോലീസ് ക്യാമ്പിൽ നടത്തിയ പരീക്ഷയ്ക്ക് 222 വീൽ ബേസുള്ള വലിയ KSRTC ബസ് ഉപയോഗിച്ച് 20-25 എന്ന ചെറിയ ട്രാക്കിൽ പരീക്ഷ നടത്തിയെന്നാണ് ഉദ്യോഗാർത്ഥികൾ പരാതിപ്പെട്ടത്. എനിവേ അതിനെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് നമ്മൾക്ക് കണ്ടറിഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. അസിസ്റ്റൻ്റ് ഇൻഫർമേഷൻ ഓഫീസർ നിയമന നടപടി ട്രിബ്യൂണൽ തടഞ്ഞു. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിലെ അസിസ്റ്റൻ്റ് ഇൻഫർമേഷൻ ഓഫീസർ തസ്തികയിലേക്കുള്ള റാങ്ക് പട്ടിക 2 മാസത്തേക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ മരവിപ്പിച്ചു. ഈ കാലത്ത് പട്ടികയിൽ നിന്ന് നിയമന ശുപാർശ നൽകാൻ ആയില്ല. അനർഹമായ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന് ആരോപണമുള്ള 15 ഉദ്യോഗാർത്ഥികൾക്ക് നോട്ടീസ് അയക്കാനും ട്രിബ്യൂണൽ ഉത്തരവിട്ടു. അതായത് ഇവിടെ ഒരു PSC കളങ്കമറ്റ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഉദ്യോഗാർത്ഥികൾ തെറ്റായ രീതിയിലുള്ള രേഖകൾ നൽകി PSCയെയും സർക്കാരിനെയും കബളിപ്പിക്കുന്നത് വഴി അർഹതപ്പെട്ട ആളുകൾക്ക് ജോലി കിട്ടാതെ വരുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. എല്ലാവരും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തെറ്റായ രീതിയിൽ ജോലി നേടിയാൽ അതിനെക്കുറിച്ച് അറിവില്ലാഞ്ഞിട്ടാണ്. തെറ്റായ രീതിയിൽ നമ്മൾ എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകളോ കാര്യങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റേജുകളിൽ ഒരുപാട് കടമ്പകളിൽ ഇത് പരിശോധിക്കപ്പെടുന്നുണ്ട്. അന്നേരം ഏതെങ്കിലും അവസരത്തിൽ ഇത് തെറ്റാണെന്ന് കണ്ടുപിടിക്കും. നിങ്ങൾ ജോലി കിട്ടി, PSCയുടെ അഡ്വൈസ് കിട്ടി, നിയമന ഉത്തരവ് കിട്ടി, ഓഫീസിൽ ജോലിക്ക് ചെന്നാൽ പോലും അവിടെ അത് വിശദമായിട്ട് പരിശോധിക്കും. അന്നേരം തെറ്റ് കണ്ടുപിടിക്കാൻ ഒരുപാട് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തെറ്റായ രീതിയിൽ കാര്യങ്ങൾ കൊടുത്ത് സർട്ടിഫിക്കറ്റുകൾ കൊടുത്ത് ജോലി നേടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് പ്രൈവറ്റ് സെക്ടറിൽ ജില്ലാ ലെവലിലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ ഒഴിവുകൾ അത്യാവശ്യം നമുക്ക് ഹൈലി ക്വാളിഫൈഡ് അല്ലാത്ത ആളുകൾക്ക് കിട്ടാവുന്ന ജോലികൾ എറണാകുളത്ത് കുക്ക്, ഹെവി ഡ്രൈവർ, ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസർ, ഓഫീസ് സ്റ്റാഫ്, മാർക്കറ്റിംഗ് മാനേജർ ട്രെയിനി, ഓഫീസ് അസിസ്റ്റൻ്റ് തുടങ്ങിയ എല്ലാ ജില്ലകളിലും ഒഴിവുകൾ വന്നിട്ടുണ്ട്. അതെല്ലാം സൗകര്യം പോലെ നോക്കി ആവശ്യക്കാർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ പാലക്കാട് IITയിൽ ഏതാനും ഒഴിവുകളുണ്ട്. ജൂനിയർ ടെക്നീഷ്യൻ സൂപ്രണ്ട്, റിസർച്ച് അസിസ്റ്റൻ്റ്, പ്രോജക്റ്റ് അസിസ്റ്റൻ്റ് തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ആളുകൾക്ക് iitpkd.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി അപേക്ഷ കൊടുക്കാവുന്നതാണ് യോഗ്യതയുള്ളവർക്ക്. സർവകലാശാലയിലും ഗസ്റ്റ് അധ്യാപകരായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇനി ഏതാനും 1-2 മാസങ്ങൾ 1-2-3 മാസങ്ങളിൽ ധാരാളം അധ്യാപക ഒഴിവുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം സ്കൂൾ അടച്ച് പുതുതായിട്ട് സ്കൂൾ തുറക്കുന്നതാണ്. ആ സമയത്ത് അധ്യാപകരുടെ ധാരാളം ഒഴിവുകൾ ജില്ല തിരിച്ച് ഉണ്ടായിരിക്കും. അതിൽ തന്നെ പെർമനൻ്റായിട്ട് എയ്ഡഡ് സ്കൂളിൽ പെർമനൻ്റായിട്ട് കിട്ടാവുന്ന അധ്യാപക തസ്തികകളും ഉണ്ടായിരിക്കും. എന്നാൽ താൽക്കാലികമായിട്ട് ധാരാളം ജോലിക്കുള്ള സാധ്യതകളുമുണ്ട്. അധ്യാപക പരിജ്ഞാനമുള്ള ആളുകൾ ആയത് നോക്കുന്നത് നന്നായിരിക്കും. ഒരു എക്സ്പീരിയൻസ് എന്നുള്ള നിലക്കും
അത് പിന്നീട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ എല്ലാം കാണുന്നത് ലോക്കൽ ഒഴിവുകളാണ്. കോഴിക്കോട്, പാലക്കാട്, പത്തനംതിട്ട, തിരുവനന്തപുരം എന്ന് പറഞ്ഞ് ലോക്കൽ ഒഴിവുകൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്. റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷനിൽ ഫീൽഡ് സ്റ്റാഫായിട്ട് കൊച്ചി ആസ്ഥാനമായുള്ള കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ ഫീൽഡ് സ്റ്റാഫ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കെമിസ്ട്രിയിലുള്ള ബിരുദവും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. ഇതാണ് ഈ പ്രവൃത്തി പരിചയം എന്ന് പറയുന്നത്. ആദ്യമായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ചെറിയ സ്ഥാപനങ്ങളിൽ എവിടെയെങ്കിലും പോയി ജോലി നേടുക തന്നെ വേണം. അതിനുശേഷം മാത്രമേ നമുക്ക് വലിയ വലിയ ജോലികളിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. എനിവേ, അതൊന്ന് പരിശോധിച്ച് നോക്കുന്നത് നന്നായിരിക്കും. വീണ്ടും ഇവിടെ അധ്യാപകരുടെ ധാരാളം ഒഴിവുകൾ വന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അധ്യാപകരുടെ ഓരോ ജില്ല തിരിച്ചിട്ടുള്ള ഒഴിവുകൾ കാണിക്കുന്നുണ്ട്. അധ്യാപക പരിജ്ഞാനമുള്ള, പരിചയമുള്ള, സർട്ടിഫിക്കറ്റുള്ള ആളുകൾക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ഈ പേജിലും കാര്യമായിട്ട് വന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒഴിവുകൾ തന്നെയാണ്. NBS NBT നാഷണൽ ബുക്ക് ട്രസ്റ്റിൽ 19 എഡിറ്റോറിയൽ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് എഡിറ്റർ ആവശ്യമുണ്ട്. ഡൽഹിയിലാണ് ജോലി, എന്നാലും താല്പര്യമുള്ള ആളുകൾക്ക് പരിശോധിക്കാവുന്നതാണ്. എഡിറ്റോറിയൽ അസിസ്റ്റൻറ്റ് 13 ഒഴിവുകളുണ്ട്. മലയാളമുണ്ട്, മറാഠി, കന്നഡ, ഗുജറാത്തി, ഒഡിയ, തെലുഗു, ഇംഗ്ലീഷ്, കോമിക്സ്, ഗ്രാഫിക്സ് തുടങ്ങി ധാരാളം ഒഴിവുകളുണ്ട് അവിടെ. അസിസ്റ്റൻ്റ് എഡിറ്ററുടെയും മറ്റു ഒഴിവുകളും വന്നിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതും ഓൺലൈനായിട്ട് തന്നെയാണ്. ഇപ്പോൾ പിന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാങ്കേതികമായ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇന്ത്യൻ നേവിയിൽ അഗ്നിവീർ മ്യൂസീഷ്യൻ തസ്തിക തെരഞ്ഞെടുപ്പിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പുരുഷന്മാർക്കും വനിതകളും അപേക്ഷിക്കാം. അപേക്ഷകർ അവിവാഹിതരായിരിക്കണം. 4 വർഷമാണ് സർവീസ്. 2004 ജൂലൈ 1-നും 2008 ഡിസംബർ 31-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 തീയതികളും ഉൾപ്പെടെ. കുറഞ്ഞത് 50% മാർക്കോടെ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ കർണാട്ടിക്, ഹിന്ദുസ്ഥാനി സംഗീത കോഴ്സ് കഴിഞ്ഞവരോ സംഗീത പരിപാടികളിലെ പങ്കാളിത്തം, പുരസ്കാരം എന്നിവയുടെ സർട്ടിഫിക്കറ്റ് ഉള്ളവരോ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ എന്തായാലും ഒരു നേവിയിലേക്കായതുകൊണ്ട് തന്നെ മിനിമം ശാരീരിക യോഗ്യതകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. വിശദമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആവശ്യമുള്ളവർ ഒന്ന് മ്യൂസിക്കിൽ പ്രാവീണ്യമുള്ള ആളുകൾക്ക് പരിശോധിക്കാവുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൽ 1000 ലോക്കൽ ബാങ്ക് ഓഫീസർമാരുടെ ഒഴിവുകളുള്ളതായിട്ട് പറയുന്നുണ്ട്. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൽ കേരളത്തിൽ 5 പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. ആ കാര്യമാണ് അതിൽ പറയുന്നത്. ആവശ്യമുള്ളവർക്ക് അത് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ് ഉണ്ട്. 850 രൂപയാണ് അപേക്ഷാ ഫീസ്. ജനറൽ, EWS, OBC വിഭാഗം 850 രൂപ. SC ST ഭിന്നശേഷിക്കാർക്ക് 100 രൂപ. അപ്പോൾ അത് അപേക്ഷ ഓൺലൈനായിട്ട് തന്നെ കൊടുക്കണം. അത്യാവശ്യം ബാങ്കിൻ്റെ കാര്യമായതുകൊണ്ട് അപേക്ഷ സമർപ്പിക്കുന്നതിനൊക്കെ വളരെയധികം സ്ട്രിക്റ്റായ ഒരുപാട് സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ആവശ്യമുള്ളവർക്ക് അത് പഞ്ചാബ് സിന്ധ് ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ കയറി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പരീക്ഷ 120 മാർക്കിൻ്റെ പരീക്ഷ പറയുന്നുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ്, ബാങ്കിങ് നോളജ്, ജനറൽ അവയർനെസ്, എക്കണോമി, കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് തുടങ്ങിയിട്ട് ഒരു പരീക്ഷ 120 മാർക്കിനുണ്ടായിരിക്കും. 24/2026 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടാതെ ടെക്നോ പാർക്ക് തിരുവനന്തപുരം IT ഒഴിവുകൾ, ടെക്നോ പാർക്ക് തിരുവനന്തപുരം, ഇൻഫോ പാർക്ക് കൊച്ചി, സൈബർ പാർക്ക് കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള IT ഒഴിവുകൾ കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യക്കാർക്ക് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ കേരള ഹൈക്കോടതിയിൽ 27 സിവിൽ ജഡ്ജ് ജൂനിയർ ഡിവിഷനിൽ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാവുന്നതാണ്. സാധാരണ പ്രിലിമിനറി എക്സാം, മെയിൻ എക്സാം എന്നിങ്ങനെ 2 ഘട്ടങ്ങളിലായി എക്സാം നടത്തിയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപേക്ഷാ ഫീസ് 1250 രൂപയാണ്. SC ST വിഭാഗക്കാർക്കും തൊഴിൽ രഹിതരായ ഭിന്നശേഷിക്കാർക്കും അപേക്ഷാ ഫീസ് ഇല്ല. മെയ് 4 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഹൈക്കോർട്ട് കേരളയുടെ വെബ്സൈറ്റിൽ കയറി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കോഴിക്കോട് NITയിൽ ജൂനിയർ റിസർച്ച് ഫെലോ ഒഴിവുകളുണ്ട്. നിങ്ങൾക്ക് JRF മെറ്റീരിയൽസ് എഞ്ചിനീയർ എനിവേ നമ്മൾ സാധാരണ ജൂനിയർ റിസർച്ച് ഫെലോ ആയിട്ട് പോകുന്നതിനാവശ്യമായ യോഗ്യതകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത്രേ ഉള്ളൂ. CMRFI യങ് പ്രൊഫഷണൽ ഫീൽഡ് അസിസ്റ്റൻറ്റ് അവസാന തീയതി 15/4/2026 വരെയാണ്. അതിങ്ങ് തീയതിയൊക്കെ അടുത്ത് കഴിഞ്ഞു. ആവശ്യമുള്ളവർക്ക് പരിശോധിക്കാം. PM ഇൻറ്റേൺഷിപ്പ് അവസരങ്ങൾ 33,211-ലധികമായിട്ടുണ്ട്. PM ഇൻറ്റേൺഷിപ്പിൽ സ്കീമിൽ ചേരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ചേരാവുന്നതാണ്. 21 സെക്ടറുകളിലായി ഇൻറ്റേൺഷിപ്പ് കേരളത്തിൽ 631 ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ PM ഇൻറ്റേൺഷിപ്പിന് പോകുന്നവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. PMinternship.mca.gov എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ കൊടുക്കാവുന്നതാണ്.
ഒരു ട്രെയിനിങ് പ്രോഗ്രാം മാത്രമാണത്, ജോലിയല്ല, ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. 6000 രൂപ ഒറ്റത്തവണ സഹായമായിട്ടും 9000 രൂപ സ്റ്റൈപ്പൻഡോടെയാണ് നമുക്ക് തൊഴിൽ പരിശീലനം കിട്ടുന്നത്. +2 ITI, ഡിപ്ലോമ, ബിരുദം, പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നിങ്ങനെയുള്ള വിവിധ യോഗ്യതയുള്ളവർക്ക് PM ഇൻറ്റേൺഷിപ്പിന് പോകാവുന്നതാണ്. കോഴിക്കോട് IIM വനിതാ ഹോസ്റ്റൽ വാർഡനായിട്ട് കോഴിക്കോട് കുന്നമംഗലത്തുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ വനിതാ ഹോസ്റ്റൽ വാർഡൻ്റെ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഒരൊഴിവാണുള്ളത്. കരാർ നിയമനമാണ്. 55,000 രൂപ. ബിരുദവും തത്തുല്യ പരിചയമാണ്. 15 വർഷത്തെ വാർഡനായിട്ടുള്ള പരിചയമാണ്. 60 വയസ്സ് കവിയരുത്. ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുന്നവർക്ക് അഭിമുഖം നടത്തിയായിരിക്കും നിയമനം നടത്തുന്നത്. ഏപ്രിൽ 13 വൈകിട്ട് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ കരൂർ വൈശ്യ ബാങ്കിൽ 1284 അവസരം പറഞ്ഞിട്ടുണ്ട്. തുടക്കക്കാർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് പരിചയമൊന്നും നിർബന്ധിക്കുന്നില്ല. www.kvb.bank.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിച്ച് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അത് പരിശോധിച്ച് നോക്കാവുന്ന കാര്യമേ ഉള്ളൂ. അത്യാവശ്യം ഒഴിവുകളുമുണ്ട്. വേറെ വലിയ പ്രയാസങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്ത ബിരുദാനന്ത ബിരുദമോ അല്ലെങ്കിൽ ബിരുദമോ ഒക്കെ ഉണ്ടായാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതേ ഉള്ളൂ. ബിരുദമെന്നൊന്നും പറയുന്നത് ഈ കാലത്ത് അത്ര വലിയൊരു സംഭവമല്ല. 26 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അത് സെയിൽസ് ആൻഡ് സർവീസ് എക്സിക്യൂട്ടീവിൻ്റെ കാര്യത്തിലാണ് അത്രയും യോഗ്യത അവരാവശ്യപ്പെടുന്നത്. ഓർഡൻസ് ഫാക്ടറിയിൽ 350 വർക്കർ എഞ്ചിനീയർ ഒഴിവ് മധ്യപ്രദേശിലാണ്. താല്പര്യമുള്ളവർക്ക് മാത്രം പരിശോധിക്കാം. അതുപോലെ ഡൽഹി സ്റ്റേറ്റ് മിഷനിൽ 116 അവസരങ്ങളുണ്ട്. പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ്റെ കീഴിലുള്ള ഇൻ്റഗ്രേറ്റഡ് പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിക്ക് കീഴിലുള്ള വിവിധ തസ്തികകളിലേക്ക് ഡൽഹി സ്റ്റേറ്റ് ഹെൽത്ത് മിഷൻ അപേക്ഷ ക്ഷണിച്ചു. 116 ഒഴിവുണ്ട്. കരാർ നിയമനമാണ്. അതുകൊണ്ട് തന്നെ അതിൽ വലിയൊരു താല്പര്യം ആളുകൾക്ക് ഉണ്ടായിരിക്കില്ല. ചെറിയ കാര്യത്തിന് വേണ്ടി ഡൽഹിയിൽ പോയി നിൽക്കുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ട്. അതേപോലെ 6 കാറ്റഗറിയിൽ PSC വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഗസറ്റ് തീയതി 31/3/2026 അവസാന തീയതി 29/4/2026 രാത്രി 12 മണി വരെയാണ്. തീയതി ഓർമ്മിച്ച് വെക്കേണ്ടതാണ്. സാധാരണ PSC അപേക്ഷ സമർപ്പിക്കുന്ന മെത്തേഡിൽ തന്നെ അപേക്ഷകൾ സമർപ്പിക്കണം. അസിസ്റ്റൻറ്റ് മാനേജർ കാറ്റഗറി നമ്പർ 13/2026 അസിസ്റ്റൻറ്റ് മാനേജർ പ്രൊഡക്ഷൻ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡ്. ഒഴിവുകളുടെ എണ്ണം 2 പറഞ്ഞിരിക്കുന്നത്. എങ്കിലും പരിശോധിച്ച് നോക്കുക. കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ബാക്കി NCA ആണ് റിക്രൂട്ട്മെൻറ്റ്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ജനറൽ സർജറി വീണ്ടും NCA ആണ്. കാറ്റഗറി നമ്പർ 15/2026 ഡെൻ്റൽ ഹൈജീനിസ്റ്റ് ഗ്രേഡ് 2 വീണ്ടും NCA ആണ്. 16/2026 ഒന്നാം NCA ആണ്. ഗാർഡ് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ലിമിറ്റഡ്. NCA തന്നെയാണ് വീണ്ടും വന്നിട്ടുള്ളത്. സെയിൽസ്മാൻ ഗ്രേഡ് 2 സെയിൽസ് വിമൺ ഗ്രേഡ് 2 കേരള സ്റ്റേറ്റ് ഹാംലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ഹാൻഡക്ക്. അപ്പോൾ കാര്യമായിട്ട് 6 തസ്തികകളിൽ ഒഴിവുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരെണ്ണം മാത്രമേ ജനറലായി വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം NCA ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഹെവി വെഹിക്കിൾസ് ഫാക്ടറിയിൽ 450 അപ്രൻറ്റീസുകളെ എടുക്കുന്നുണ്ട്. ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് അപേക്ഷ നൽകാവുന്നതാണ്. 30/4/2026 വരെ അപേക്ഷിക്കാം. NATS പോർട്ടലിലൂടെ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. സ്റ്റൈപ്പൻഡ് 18,000 രൂപയാണ്. ബന്ധപ്പെട്ട വിഷയത്തിൽ ഫുൾ ടൈം എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്ക് 18,000 രൂപ സ്റ്റൈപ്പൻഡായിട്ട് കിട്ടും. നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസും ഉണ്ട്. 18,000 രൂപ അതിനും കിട്ടുന്നുണ്ട്. ഡിപ്ലോമ അപ്രൻറ്റീസ് ഉണ്ട്. ഡിപ്ലോമ അപ്രൻറ്റീസിന് 16,200 രൂപ കിട്ടുന്നുണ്ട്. ഇപ്പോൾ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് അപ്രൻറ്റീസായിട്ട് നിയമിക്കുകയാണ് ചെയ്യുന്നത്. വേറെ പരീക്ഷകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാവുന്നതാണ്. ചെന്നൈ ആണ്. 6 എഞ്ചിനീയർമാരെ ബംഗളൂരുവിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സിൽ ഫീൽഡ് ഓപ്പറേഷൻ എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കരാർ നിയമനമാണ്. 60,000 രൂപയാണ് ആദ്യത്തെ വർഷ ശമ്പളം. തുടർന്ന് ഓരോ വർഷവും 5,000 രൂപ വീതം വർദ്ധിപ്പിച്ച് നൽകും. 40 വയസ്സ് കഴിയരുത്. ഇനി ഇവരുടെ തൊഴിൽ വാർത്തയിലെ സ്ഥിരമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളിലേക്ക് പോകുന്നു. ക്രാഷ് കോഴ്സുകൾ തുടങ്ങിയ വിവിധ സൗകര്യങ്ങളുണ്ട്. ധാരാളം ചോദ്യങ്ങൾ ഉത്തരങ്ങൾ വിവിധ മേഖലകൾ ടച്ച് ചെയ്തുകൊണ്ടുള്ള ധാരാളം ചോദ്യോത്തര പങ്ക്തികളുണ്ട്. അതെല്ലാം ആവശ്യമുള്ളവർക്ക് ഇരുന്ന് വായിച്ച് പഠിച്ച് ഗണിതം, മാത്തമാറ്റിക്സ്, അതുപോലെ ഇൻഫോർമേഷൻ, മുടിയേറ്റ് മധ്യ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലും കുരിയാലങ്ങളിലും അവതരിപ്പിക്കുന്ന അനുഷ്ഠാന കലയായ മുടിയേറ്റ് കാളിനാടകം എന്നറിയപ്പെടുന്ന മുടിയേറ്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്.
ദാരികനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങളെക്കുറിച്ചാണ്. ബാർക്കിൽ സ്റ്റൈപ്പൻഡോടെ ന്യൂക്ലിയർ മെഡിസിനിൽ MSc എടുക്കാം. കോമൺ അഡ്മിനിസ്ട്രേഷൻ ടെസ്റ്റ് വഴിയാണ് തിരഞ്ഞെടുപ്പുള്ളത്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ ഫിഷറീസ് ശാഖയിൽ MSc, MFSc ഗവേഷണം കുഫോസിൽ വിവിധ കോഴ്സുകൾക്ക് ചേരാവുന്നതാണ്. UG PG പ്രോഗ്രാമുകളുണ്ട്. എല്ലാ അപേക്ഷകളും ഓൺലൈനായിട്ടാണ് നൽകേണ്ടത്. ആർക്കിടെക്ചറിൽ ബിരുദം നേടാം. നാറ്റ 2026 രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. പ്രവേശന പരീക്ഷ 2 ഘട്ടങ്ങളിലായി. 1-ാം ഘട്ടത്തിൽ 2 അവസരം ഉണ്ടായിരിക്കും. ഫിസിക്സ്, മാത്തമാറ്റിക്സ് വിഷയങ്ങൾ നിർബന്ധമായി. കെമിസ്ട്രി, ബയോളജി, ടെക്നിക്കൽ, വൊക്കേഷണൽ വിഷയങ്ങൾ, കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെയെല്ലാം പഠിച്ച് +2 പാസ്സായാൽ മാത്രം മതി. മാത്തമാറ്റിക്സ് മുഖ്യ വിഷയമായി പഠിച്ച് 45% മാർക്കോടെ ഡിപ്ലോമ പാസ്സായവർക്കും പരീക്ഷ എഴുതാം. എന്തായാലും വിശദമായ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ IIT-യിൽ MA, MSc, MTech നേടുന്നതിനു വേണ്ടി, അതായത് പാലക്കാട്, മദ്രാസ് IIT-കളായിട്ടുള്ള കോഴ്സുകളെ കുറിച്ചാണ് വിവരങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പാലക്കാട് ഉള്ളത് കൊണ്ട് തന്നെ കേരളത്തിലുള്ള ആളുകൾക്ക് അത് ശ്രദ്ധിക്കാവുന്നതാണ്. ഇനി മദ്രാസ് IIT ആണെങ്കിലും നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. ആവശ്യമുള്ളവരെ ശ്രദ്ധിക്കുക. ഇനി മറ്റു കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ബാക്കി സാധാരണഗതിയിലുള്ള ഹരിശ്രീ ചേർത്താണ് അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മാതൃഭൂമി തൊഴിൽ വാർത്തയുടെ കൂടെയുള്ള ഹരിശ്രീയാണ്. ഹരിശ്രീയിൽ സാധാരണഗതിയിൽ വരുന്ന ഇൻഫർമേഷൻസ് എല്ലാം അതിൽ വന്നിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.